കുടംപുളി തിളപ്പിച്ചെടുത്ത് ആ വെള്ളത്തിൽ കേരക്കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? പൊളിയാണ്. ഗംഭീര സ്വാദാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 3 കുടംപുളി ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ച് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. ഇനി മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ചതച്ച ചെറിയുള്ളി എടുത്ത് തട്ടുന്നു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് തട്ടി സെറ്റാക്കി മൊരിഞ്ഞു വരുമ്പോൾ കാശ്മീരി ചില്ലി 2 സ്പൂൺ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കച 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 നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് മൊരിഞ്ഞു വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പെടുത്ത് തട്ടിക്കോ. പിന്നെ കുറച്ച് നാടൻ കറിവേപ്പില, എന്നിട്ട് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടംപുളിയുടെ വെള്ളം അങ്ങോട്ട് തട്ടുക. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ മീൻ അങ്ങോട്ട് പെരക്കി അങ്ങോട്ട് ഇടുക. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ മീൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ഒരു പരുവത്തിൽ മാത്രം. അതിനുശേഷം അടച്ചു വെച്ച് ഏകദേശം ഒരു 9 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് തുറക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ച് സെറ്റാക്കി എടുക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ട് അങ്ങോട്ട് വിതറ. ഒന്നും കൂടി അങ്ങ് സെറ്റായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിച്ചോളൂ. ഒരു രക്ഷയില്ല. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ആഹാ എൻ്റെ പൊണ്ണ് മോനെ, നല്ല രുചിയാണ് കേട്ടോ, നല്ല രുചി.